ഹായ് ഓൾ, SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി വേജ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ ഡൗട്ട്സ് ഓൾറെഡി 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാരണം ഒരുപാട് പേര് BEd കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് ആദ്യമായിട്ട് സ്കൂൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ കൂടെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അതുപോലെ കേട്ടറ്റിൻ്റെയും സെറ്റിൻ്റെയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. സെറ്റിന് നമ്മൾ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് PDF ബാച്ച് ആരംഭിക്കുന്നുണ്ട്, ചെറിയൊരു എമൗണ്ടിനാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാനിതിൽ കൊടുക്കാം. ഓക്കെ, സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ PDF-നായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഡെയിലി വേജ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഡെയിലി വേജ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് സ്കൂളിലാണ് ഡെയിലി വേജ് ഇൻ്റർവ്യൂ അല്ലെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് LP-യിൽ പറ്റും, UP-യിൽ പറ്റും, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ TTC ആണെങ്കിൽ +2 വിത്ത് TTC ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LP-യിൽ വർക്ക് ചെയ്യാം. കേട്ടറ്റ് 1 കൂടെ ഉണ്ടെങ്കിൽ LP സ്കൂളിൽ വർക്ക് ചെയ്യാം. ഇനി UP ആണെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷന്, നമ്മൾ TTC വിത്ത് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് UP-യിൽ വർക്ക് ചെയ്യാം. കേട്ടറ്റ് കാറ്റഗറി 2 നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം അല്ലേ, ഡിഗ്രി അതുപോലെ TTC അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, കേട്ടറ്റ് കാറ്റഗറി 2 വേണം. എങ്കിലേ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളിലെ UP സ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഹൈസ്കൂളാണെങ്കിൽ എന്ത് വേണം, ഡിഗ്രി BEd വിത്ത് കേട്ടറ്റ് കാറ്റഗറി 3 നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഡിഗ്രി BEd വിത്ത് എന്ത് വേണം, കേട്ടറ്റ് കാറ്റഗറി 3 നമ്മുടെ സബ്ജക്റ്റിലുള്ള കേട്ടറ്റ് കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്തിരിക്കണം. സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിലെ കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യണം. എങ്കിലേ നമുക്ക് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വിചാരിക്കുന്നുണ്ടാവും, ഈ കേട്ടറ്റ് 3 ഉള്ളവർക്ക് UP-യിൽ വർക്ക് ചെയ്യാനാവുമെന്ന് ചോദിക്കുന്നുണ്ടാവും. UP-യിൽ വർക്ക് ചെയ്യാം. നമുക്ക് ഡിഗ്രിയും അതുപോലെ BEdും ഉണ്ട്, കൂടെ കേട്ടറ്റ് 3 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് കേട്ടറ്റ് 2ൻ്റെ ആവശ്യമില്ല. എവിടെ വർക്ക് ചെയ്യാം, UP-യിൽ വർക്ക് ചെയ്യാം. ഓക്കെ, TTC വിത്ത് ഡിഗ്രി ഉള്ളവർക്കും കേട്ടറ്റ് 2 ഉള്ളവർക്കും അതുപോലെ എന്ത് ചെയ്യാം, കേട്ടറ്റ് 3യും BEdും ഉള്ളവർക്കും എവിടെ വർക്ക് ചെയ്യാൻ പറ്റും, UP സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഹയർ സെക്കൻഡറി തലത്തിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഡിഗ്രി BEd കൂടെ എന്തുകൂടെ വേണം, PG കൂടെ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഏത് സബ്ജക്റ്റാണോ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, PG എടുക്കണം. ശേഷം സെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. അതേ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹയർ സെക്കൻഡറി ലെവലിലുള്ള സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യാൻ ഡിഗ്രി PG BEd വിത്ത് എന്ത് വേണം, നമ്മുടെ സബ്ജക്റ്റിലുള്ള സെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇപ്പോൾ സബ്ജക്റ്റ് ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിൽ എന്തുണ്ടായിരിക്കണം, സെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ചിലർ BEd കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊവിഷണൽ മാത്രമാണ് കയ്യിലുള്ളത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുമോ, അതുപോലെ സെറ്റ് കിട്ടിയത് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ഒറിജിനൽ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുമോ, കേട്ടറ്റ് ആയാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്തു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എപ്പോഴും എടുത്തു വെക്കാറുണ്ട്. എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ടറ്റ് ആയാലും സെറ്റ് ആയാലും നമ്മൾ പാസ്സായി എന്ന് കാണിക്കുന്നതിനുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് തെളിവാണ് വേണ്ടത്, നമ്മളത് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത്. അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നീട് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാലും മതിയാവും. ഇനി BEdൻ്റെ കേസിലായാലും TTCയുടെ കേസിലായാലും പലപ്പോഴും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ പോലും എന്തിന് വരാറുണ്ട്, റിസൾട്ട് വരാണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് വരാറുണ്ട്. കാരണം റിസൾട്ട് വന്നവരാരും അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നവരാരും അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മളെ അവർ അവിടെ എടുക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് കയ്യിൽ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രൊവിഷണൽ ആണുള്ളതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. കാരണം 6 മാസത്തെ കാലാവധി പ്രൊവിഷണലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഒരു കാരണവശാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. ആ പ്രൊവിഷണൽ തന്നെ മതി.
മതി, നമ്മൾ ഒറിജിനലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞാൽ മതി. പിന്നീട് വേണമെങ്കിൽ അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് ഇൻ്റർവ്യൂ, എന്താണ് ഇൻ്റർവ്യൂ എന്നൊക്കെ. ഓരോ സ്കൂളുകളും അതിന് വ്യക്തമായിട്ടുള്ള പെർഫോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ സ്കൂളുകളും അവരുടേതായ രീതിയിലും ഇൻ്റർവ്യൂ നടത്താറുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഏതിലൊക്കെയാണ് മാർക്ക് വരുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഡിഗ്രിയുടെ പെർസെൻറ്റേജ് നോക്കാറുണ്ട്, അതുപോലെ BEdൻ്റെ പെർസെൻറ്റേജ് നോക്കുന്നവരുണ്ട്, അതുപോലെ സെറ്റിന് നമുക്ക് സെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കുണ്ട്. അതുപോലെ UP ഹൈസ്കൂളിലൊക്കെ ആ ഒരു ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വില്ലേജിൽ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിൽ പെട്ട ആളാണോ, നിയർ ബൈ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലുള്ള ആളാണോ എന്നൊക്കെ നോക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് എന്തുണ്ട്, മാർക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ NSSനുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, NSS സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. NSSന് നമുക്ക് എന്തുണ്ട്, 5 മാർക്ക് NSSന് ഉണ്ട്. അപ്പോൾ NSS NCC ഉള്ളവർക്കൊക്കെ പ്രത്യേക എന്തുണ്ടായിരിക്കും, റാങ്കിൽ മുൻപന്തിയിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എല്ലാ സർട്ടിഫിക്കറ്റുകളും SSLC മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ചില സ്കൂളുകൾ അതിൻ്റെ കോപ്പി ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം അതും പല സ്കൂളുകളും വാങ്ങി വെക്കാറുണ്ട്, എല്ലാ സ്കൂളുകളും അല്ല. ചില സ്കൂളുകൾ അവരുടേതായ രൂപത്തിലാണ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചില സ്കൂളുകൾ കോപ്പി ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ കോപ്പി എടുക്കാൻ നിൽക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് ഏത് സ്കൂളിൽ പോകുമ്പോഴും എല്ലാത്തിൻ്റെയും ഒരു ഫോട്ടോ കോപ്പി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം, അഥവാ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ NSS ആയാലും ഇനി മറ്റ് നമ്മൾ സ്പോർട്സിൻ്റെ ഏരിയയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിലും ആർട്സിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ജില്ലാ തലത്തിലൊക്കെ മത്സരിച്ചിട്ട് സർട്ടിഫിക്കറ്റുകൾ ഉള്ളവരാണെങ്കിൽ അതെല്ലാം കൊണ്ടുപോകുക. അതിനെല്ലാം പ്രത്യേക കോളങ്ങളുണ്ട്, അതിനെല്ലാം നമുക്ക് മാർക്കുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർവ്യൂവിന് നമുക്ക് മാർക്ക് ഇടുന്നതായിട്ട്. പിന്നെ ഇൻ്റർവ്യൂ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതിനൊരു മാർക്കുണ്ട്. ഇൻ്റർവ്യൂ ബോർഡ് നമുക്ക് തരുന്ന ഒരു മാർക്കുണ്ട്. കൂടുതലും നമ്മുടെ ഒന്നുകിൽ പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ UPയിലും ഹൈസ്കൂളിലൊക്കെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പോകുമ്പോൾ സോഷ്യൽ സയൻസ് തന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, +2 ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ഇവർ ചോദിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അന്നേരം എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ കരുതുക. നമ്മൾ സബ്ജക്റ്റിൽ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. ഇൻ്റർവ്യൂവിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ അവർ ഇമ്പ്രസ് ആവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കാൻ അവർ ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ ഇതിൽ ഒരു കമൻ്റായിട്ട് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചത്, ഇതെങ്ങനെയാണ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ അറിയാം, നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അറിയുക എന്നുള്ളത്. അവർ പോസ്റ്റ് വഴി ലെറ്റർ അയക്കണോ, അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മൾ പോകുമ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് നമ്പർ വാങ്ങിക്കും, നമ്മളവിടെ നമ്പർ എഴുതി കൊടുക്കും. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യും, അവർ വിളിച്ച് പറയും, ഇന്ന റാങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ആൾ നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കും. ഇനി ഫസ്റ്റ് അല്ല, സെക്കൻഡ് അല്ല, തേർഡ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, തേർഡോ ഫോർത്ത് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് റാങ്കിൽ വരുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമല്ല ഇൻ്റർവ്യൂവിന് പോവുക, വേറെ ഏതെങ്കിലും സ്കൂളിൽ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂൾ ഏതാണോ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്കൂൾ ഏതാണോ അതായിരിക്കും അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് റാങ്കിൽ വന്ന ആൾ ഈ സ്കൂളിൽ തന്നെ വരണം എന്നില്ല, അവർക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട്. ഇനി ഈ തുടക്കത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും പിന്നീട് ടീച്ചേഴ്സ് മാറിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്കൂളുകളിൽ ഒഴിവ് വരാറുണ്ട്. അപ്പോഴും എന്ത് ചെയ്യാം, ഈ ലിസ്റ്റായിരിക്കും ഈ ഒരു വർഷം മുഴുവൻ അവർ പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ലിസ്റ്റിലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ ലാസ്റ്റ് ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ മാത്രമല്ല 4-5 സ്കൂളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ഈ ഒരു അക്കാഡമിക് ഇയർ തുടക്കം അല്ലെങ്കിൽ പിന്നീട് ഒഴിവ് വരുന്നതിനനുസരിച്ച് അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത്തവണ തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഹിസ്റ്ററി കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.